വെൽക്കം ടു അവർ ചാനൽ സീനോസ് ഡ്രീം വേൾഡ്. ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ മാരേജിന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണിരിക്കും. ഫ്രണ്ട് ഞങ്ങൾ 3 പേരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്, ഒരു ബെസ്റ്റീസ്. അപ്പോൾ അതിൽ മരിയ ഷാമാസീനു SMS ആണ് ഞങ്ങളുടെ കോഡ്. അപ്പോൾ അതിൽ ഒരുത്തിൻ്റെ കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെയും കഴിഞ്ഞു, ഇനി ഒരാളും കൂടി പെടാൻ പോണ്. അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമുണ്ട്. മേ ബി നമ്മൾ എല്ലാവരും പെട്ടു, ഇനി ഒരാളും കൂടി വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ശരിയാവില്ലല്ലോ, അവളും പെടണം. അപ്പോൾ അടുത്ത മാസമാണ് കല്യാണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമുക്കധികം സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല. മേ ബി എനിക്ക് വർക്കിന് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി എടുക്കാനോ പിടിക്കാനോ സമയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും പാലക്കാടാണ്, ഞാനും മരിയും പാലക്കാടാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് മേ ബി ഞാനവിടെ ഉള്ളപ്പോൾ നമുക്ക് 2 പോയി എടുക്കാമെന്ന്. അവൾക്ക് ചെറിയ സാങ്കേതിക തടസ്സങ്ങളും ചെറിയ നീക്കുപോക്കുകളൊക്കെ കാരണം കൊണ്ട് എന്താ പറയുക, ഇനി ലാഗായാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ചാലക്കുടിയിൽ മേ ബി 2-3 ഡേയ്സായിട്ട് ചാലക്കുടിയിലുണ്ട്. അപ്പോൾ എന്തായാലും സൺഡേ ഉണ്ട്, നാളെ മോർണിംഗ് പാലക്കാടേക്ക് പോകും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഡ്രസ്സ് എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്. അപ്പോൾ അവൾ വരാം എന്ന് പറഞ്ഞു, അവൾ വടക്കാഞ്ചേരിയാണ്, വരാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവൾ ഇല്ലടി നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബേസിൽ ഞാനും കല്യാണ പെണ്ണും കൂടി എന്താ പറയുക ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നോർമൽ ഒരു ഔട്ട്ഫിറ്റ്. ഒരു എയർലൈൻ കുർത്തിയാണ്, ഒരു എയർലൈൻ കുർത്തി മോഡലാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഞാൻ റെഡി ആയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി പോകണമെന്നും ഇവിടെ കല്യാൺ സിൽസും അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയാണ്, ഈ 2 കടയാണ് നമ്മളിവിടെ മേ ബി വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കിക്കി വെച്ചേക്കുന്നുണ്ട്, മേ ബി ഷീസ് കമ്മിങ് വന്നു തോന്നുന്നു. നോക്കാം. ഞാനിപ്പോൾ എന്താ വേറെ റെഡി അല്ലെങ്കിൽ അവളെൻ്റെ കൊല്ലും ഗൈസ്. ഞാൻ റെഡി ആയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പർച്ചേസിൻ്റെയും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കൊരു ബ്ലോഗായിട്ട് കാണാം. അപ്പോൾ ബൈ ബൈ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഗൈസ്, നമ്മൾ പോകുന്ന കടതാണ് കല്യാണം പെണ്ണ. ഞാനാണ് കല്യാണം പെണ്ണ. ഒരാളും കൂടി ഉണ്ട്, അവൾ വന്നില്ല. അപ്പോൾ നമ്മൾ പോയി എടുക്കാൻ പോകണം. അവിടെ നമുക്ക് എന്താ പറയുക കല്യാണ ഷോപ്പിൽ ചെന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ ഈ കുടുക്ക് വണ്ടിയിലാണ് പോണത്. ഇത് ഇവളുടെ വണ്ടിയാണ് കേട്ടോ, എൻ്റെ ഫസീന അവിടെ ഉണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ചെറിയൊരു പ്ലാൻ മാറി. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും പോണത്, അതായത് കല്യാണപ്പെണ്ണും കൂടി പോണത് ഇപ്പോൾ എവിടേക്കുമല്ല, നമ്മുടെ ഒരു ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറീസിലാണ്. ചാലക്കുടിയിൽ വൺ ഓഫ് ദ മോസ്റ്റ് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. വെഡ്ഡിങ് യൂണിക് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. അടിപൊളി കളക്ഷൻസ് ആണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിനിടയ്ക്ക് ഞാൻ ഇവിടെ നിന്നാണ് ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനും കൂടി നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അങ്ങനെ അവളെയും കൊണ്ടുപോയി നമ്മൾ ഹിന്ദു വെഡ്ഡിങ്, ക്രിസ്ത്യൻ വെഡ്ഡിങ്, അതുപോലെ തന്നെ മുസ്ലിം വെഡ്ഡിങ്, അതുപോലെ തന്നെ റിസപ്ഷൻ, എല്ലാ തരത്തിലും എല്ലാ ഒക്കേഷനും പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ്. ഈവൻ ചെറിയൊരു ഫംഗ്ഷന് പോയാലും നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ പറ്റിയ ചെറിയ ചെറിയ നെക്ലേസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് വേറെ എവിടെയുമല്ല, നമ്മുടെ ചുങ്കത്ത് ജ്വല്ലറി ഓപ്പോസിറ്റ് കടിച്ചിനി കോംപ്ലക്സ് എന്ന് പറയും. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ സണ്ണി സിൽസിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരും. അപ്പോൾ മേ ബി എല്ലാവർക്കും ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം, അടിപൊളി ഷോപ്പാണ്. നമ്മളങ്ങനെ ഒരു ഫസ്റ്റ് ഒരു കടയിൽ കയറി, പക്ഷെ ഒന്നും നടന്നില്ല. നമ്മളപ്പോൾ അടുത്ത കല്യാൺ സിൽസിലേക്ക് വന്നേക്കാണ്. ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ കല്യാൺ സിൽസിലേക്ക് കയറുകയാണ്. എന്തോ നമുക്ക് നോക്കാം ബാക്കി. ഓക്കെ ബൈ. ഫൈനലി ഗൈസ് നമ്മൾ കല്യാൺ സിൽസിൽ വന്നിട്ട് അതെ ഫൈനലി റിമി ചേച്ചിയാണ് നമ്മൾക്ക് എല്ലാ കാര്യത്തിനും അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ചേച്ചിയാണ് കേട്ടോ. നമ്മുടെ സാരീസ് നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് എടുക്കാനും ഒക്കെ പറ്റും. റിമി ചേച്ചിയുടെ മുന്താണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വിളിച്ചവളെ കുതിരപ്പണി കാണിച്ചിട്ട് കൂട്ടുകാരിനെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല. ആ ഒരു മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എടുത്തു ഗൈസ്, ഫൈനലി അവൾ ഫോൺ എടുത്തു. എടുത്തെടുത്ത് അത് മറ്റേത് മുൻകണോ എന്താണ് കെട്ടിക്കൊണ്ടിരിക്കാം. ഒരു കല്യാൺ സിൽസിൽ സാരി എടുത്തു. നമുക്കിനി പാവാട എടുക്കണം, ബില്ല് ചെയ്യണം, വീട്ടിൽ പോകണം. അപ്പം അത്ര ഉള്ളൂ. സാരി ചാവയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ
സത്യം പറഞ്ഞാൽ സാരിയൊക്കെ ഇഷ്ടപ്പെട്ട് മുന്താണി കൊടുത്തിട്ട് നമ്മൾ ബില്ലിങ്ങിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു പ്രതിമയുടെ മേത്ത് ഈ ഒരു സാരി കണ്ടത്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പിന്നെ അയ്യോ അതെടുത്താൽ മതി ഇതൊക്കെ ആകെ കൺഫ്യൂഷനായി. അതാണ് അവിടെ ഉണ്ടായ കുലുമ. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടോ കല്യാൺ സിൽക്സ് ക്രിസ്മസിൻ്റെ ആരംഭങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശ്യാമക്കുട്ടി ബില്ലിങ്ങിലേക്ക് പോയിക്കാണ്. അപ്പോൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ദൈവങ്ങളെ ഇറങ്ങുന്നു. അപ്പോൾ റിമ ചേച്ചിക്കൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇരുട്ടായി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം എത്ര മണിയായിരുന്നു? ഉച്ചയ്ക്ക് 3 മണി 3:30. പക്ഷെ ഇപ്പോൾ സമയം 6:30. ഒരു 2 സാരിക്ക് വേണ്ടി. ഇതാണ് ഗേൾസിൻ്റെ പർച്ചേസ് ഗൈസ്. അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി കുടുംബത്തിൽ പോവാണ്. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറക്കെ പറ സബ്സ്ക്രൈബ് ചെയ്യുക.